പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കള്ള ഹിമാർ ഇവ ഞാൻ സൗരവും ചെറിയൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബുള്ളറ്റ്, ഇതിന്റെ മെയിൻ ഇഷ്യൂ ഏകദേശം ഒരു കാർബൈറ്റിന് ചെറിയ സീനുണ്ട്. പിന്നെ പെയിന്റിങ് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ മോശമാണ്. ഇത് ഇവരാണ്, ഇവ സ്പ്രേ പെയിന്റ് എടുത്ത് അടിച്ചിട്ടാണ് ഈ ഒരു കോലത്തിലാക്കി വെച്ചത്. ഞാനാണോ ഞാൻ പെട്ടെന്ന് ഏരി വന്നിട്ട് ഫോൺ നോക്കാൻ പോവാന്നാ. എവിടെ ഫോൺ നോക്കാൻ? എവിടെയാത്? കണ്ണൂര് വാ. പ്ലാന് പറ്റി ബുള്ളറ്റിന് നാളെ നോക്കാം. ഇവര് ഫോൺ നോക്കാൻ പോണോ? 17 Pro Max. നമ്മൾ പോയിട്ട് 17 Pro Max എടുത്തിട്ട് നമ്മളിപ്പോ കണ്ണൂരൊക്കെ പോകുന്നത്. അവൻ ബൈക്ക് എടുത്തിട്ട് അങ്ങ് നേരെ വിട്ടിട്ടുണ്ട്. എനിക്ക് ഈ 800 ഒന്ന് വർക്ക്ഷോപ്പ് കൊടുക്കണം. സംഭവം എന്ന് വെച്ചാൽ വണ്ടി ഫുള്ളായിട്ടൊരു മിസ്സിങ്ങും പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം ഉണ്ട്. സോ ഇതൊന്ന് ഫിക്സ് ആക്കി എടുക്കും. ഞാൻ ഇതവിടെ കൊടുത്താൽ മതി. തിരിച്ചു വരുമ്പോ സൗരവന്റെ ഒപ്പം സ്കൂട്ടിയിൽ വരാം. അവനാണെങ്കിൽ ഈ ബ്ലോക്കിന്റെ ഇടക്കൂട്ടെല്ലാം പോയി കഴിഞ്ഞു. ഞാൻ എന്താ മുത്തേ, ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ എത്തുക? ഇപ്പൊ ഒരു കോള് വന്ന് ഏച്ചൂരിന്ന് കാസ്പറിനെ കൂട്ടണം എന്ന് പറഞ്ഞ്. അപ്പൊ ഏച്ചൂരിന്ന് കാസ്പറിനെയും കൂട്ടിയിട്ട് വേണം പോവാൻ. പിന്നെ എൻ്റെ ഒരു ഷോർട്സിന്റെ ഏകദേശം 200,000 വ്യൂസോളം കയറിയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഹാപ്പി പറഞ്ഞാല് കണ്ടന്റിലായിട്ട് ബുള്ളറ്റ് എങ്ങനെ ഇങ്ങനെ റെഡിയാക്കാൻ സെറ്റാക്കാന്നാണ് പേച്ചെക്കുന്നത്. അപ്പോഴൊക്കെ തന്നെ കറക്റ്റായിട്ട് ഇവൻ വന്നിട്ട് ഇതാ കാസ്പർ എത്തിയിരിക്കുന്നു ഗായ്സ്. എന്റെ പേര് കയറി ധൈര്യമില്ല, അവന്റെ ഹെൽമെറ്റ് എടുത്തിട്ട്. സോ ഗായ്സ്, എന്താണ് കാസ്പർ 17 Pro Maxനെ പറ്റിയിട്ടുള്ള എന്റെ അഭിപ്രായം? അടിപൊളി ഒരു മാക്സ് ആണ്, നല്ല പവർഫുൾ ഫോണാണ്. എടുക്കുന്നു പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. ഇവന്റെ റൂട്ട് മാറിയതാണോ അല്ലെങ്കിൽ ഈ റൂട്ടിൽ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഇവൻ വേറെ ഏതെല്ലാം റൂട്ടിലൂട്ടി നമ്മളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഏത് 17 Pro Max ഇവിടെ ഇറങ്ങിയിട്ടാകും ഒരു ദിവസം. ഇപ്പത്തേക്കുള്ള 17 Pro Max ോന്ന് ആരോ പറഞ്ഞു പറ്റിച്ചാന്ന് തോന്നുന്നു. 17 Pro Max എന്നിട്ട് 16 Pro Max കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. 16 Pro Max ഇല്ലേ? അതല്ലേ പിന്നെ വേണ്ടേ? സംതിങ് ഈസ് സസ്പീഷ്യസ്. ഇവരെന്നാ ഉദ്ദേശിക്കുന്നത് നമുക്ക് തിരിയുന്നില്ല. ഇവരെല്ലാം കൂടി നമ്മളിവിടെ കൊണ്ടുപോകുന്നൊന്നും തിരിയുന്നില്ല. ഇനിയിപ്പോ സെക്കൻഡ് ഫോണായിട്ട് കിട്ടാനായാ വേറെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓ വണ്ടി എടുത്ത് പറപ്പിച്ച് വിട്ടു ഗൈസ്. അവനെ കാണുന്നില്ല. എന്താടാ കുട്ടാ ഇങ്ങനെ ചെയ്യുന്നു? ഇവിടെ പോയി കാണുന്നില്ല ഗൈസ്. ഹലോ, എവിടെയുള്ള ഷോറൂമിന്റെ മുന്നിലുണ്ടല്ലോ. ഏത് ഷോറൂമില്? ഒരു മിനിറ്റ്. ഇവ ആളെ തലപ്പിരാന്താക്കാൻ വേണ്ടിട്ട് ഇവ പിന്നെയും ബൈ മാറ്റി കളിക്കല. ഷോറൂമിന് മുന്നിൽ എത്താൻ പറഞ്ഞു. ഫോണ് ക്യാൻസലാക്കി വണ്ടി എത്താണോന്ന് അറിയില്ല. പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെറും ഉടായിപ്പം ഗൈസ്. എന്തോ സംഭവം വണ്ടി ബുക്ക് ചെയ്യാനല്ലടാ സത്യം പറഞ്ഞ. പുതിയ വണ്ടി ബുള്ളറ്റ്. അപ്പൊ ഇവൻ ബുള്ളറ്റ് ബുക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്. മോനിട്ട സാധനങ്ങള് ഗൈസ്. ഇവൻ കള്ള സുവറെ സംഭവം നാളാ. വണ്ടി എടുത്ത് ഇവ ഈ മല ബുക്ക് ചെയ്ത് എടുത്തൂടാ. കഥ മാറിയ മാറല്ലേ എനിക്കൊന്നും പറയാനല്ലേ. ചെക്കനുള്ള പുരോഗമനം ഉണ്ട്. സർപ്രൈസ് ചെയ്യും അല്ലേ? സോ ബാക്കി വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാം. അപ്പോൾ 800 വർക്ക്ഷോപ്പിൽ കയറ്റി നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇവർ നാളത്തേക്ക് ഫിക്സ് ആക്കി തരാമെന്നാണ് പറഞ്ഞത്. ഹെൽമെറ്റ് മേടിച്ചാൽ ഫ്രീ കിട്ടണം.
ഓഫ് റോഡ് ആക്കുന്നുണ്ട് ഗൈസ്. അയ്യോ സൗരവേ അൻപേ ഉണക്കാകെ പൊന്മണി അൻപേ ഉണക്കാകെ ഒരു മുട്ടൽപ്പേട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് മുളക് എടുത്താലോ? മുട്ടൽപ്പേട്ടിൽ മുളകിന്റെ അമ്മ കൊണ്ട് വെച്ചിനാ. സോ ഗൈസ്, ഇതാ നമ്മുടെ ഹോൾ ന്യൂ ഹിമാലയ. എന്താ ലുക്കല്ലേ സംഭവം, നോക്കിയാട്ടെ. എന്നാൽ ഈ കള്ള ഹിമാർ ഇവ പറഞ്ഞിട്ടില്ല ഒന്നും. സർപ്രൈസ് ആക്കി, സർപ്രൈസ്. നീ ചട്ടിയാ പിന്നെ ഐഫോൺ എടുക്കാൻ പോയിട്ട് ഹിമാലയ എടുത്തിട്ട്. അതെ, ഇതുവരെ എടി ഇറങ്ങാതെ ഐഫോൺ ഇറക്കാൻ പോകുമ്പോൾ അങ്ങനെ നമ്മളെ ഗാരേജിലേക്ക് 2 ഹിമാലയ പിന്നെ ഒരു പഴയ റോയൽ എൻഫീൽഡും കൂടി വന്ന് ഇനി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കൂടി എടുക്കുന്നുണ്ട്. കൂടി കുറവേ ഉള്ളൂ. ഓ ഹിമാലയാണ്ട് ഹിമാലയത്തിൽ പോരാ. ഹിമാലയ എപ്പോ ഹിമാലയ ഉണ്ട്. ഹിമാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല. ബൈ ബൈ എവരിബഡി, ടാറ്റ, ബൈ ബൈ, സീ യു.